വൈറ്റ് ഹൗസ് ഓവൽ ഓഫീസിൽ നടന്ന ഡൊണാൾഡ് ട്രംപ് വൊളോഡിമർ സെലൻസ്കി ചർച്ചയിൽ നിങ്ങൾ ആർക്കൊപ്പമാണ്? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനൊപ്പമാണ് എങ്കിൽ ഒരു പിടി ചോദ്യങ്ങൾക്ക് കൂടി നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. യുക്രൈൻ എന്ന രാജ്യത്തിന്റെ പരമാധികാരത്തിനു മേൽ 3 വർഷമായി റഷ്യ നടത്തുന്ന ഘോര യുദ്ധം ശരിയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യുക്രൈൻ എന്ന രാജ്യം ഹിതപരിശോധന നടത്തി യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ പോകുന്നതിൽ എന്തനീതിയാണ് നിങ്ങൾ കാണുന്നത്? വൊളോഡിമർ പുതിൻ എന്ന ഈ നൂറ്റാണ്ടിലെ സർവം തികഞ്ഞ ഏകാധിപതിയുടെ ഉൾവിളികൾക്കൊപ്പമാണോ നിങ്ങളുടെ നിൽപ്പ്? ബ്രിട്ടനും യൂറോപ്യൻ യൂണിയനും 1 മാസം മുൻപ് വരെ അമേരിക്കയും പിന്തുണച്ചിരുന്നു എന്നതുകൊണ്ടാണോ നിങ്ങൾ യുക്രൈനെ വെറുത്തത്? പുതിൻ ഒരു കമ്മ്യൂണിസ്റ്റ് ആണെന്നോ ട്രംപ് ഒരു കരുത്തനായ ഹീറോ ആണെന്നോ നിങ്ങൾ കരുതുന്നുണ്ടോ? സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുകയാണ്. യുക്രൈന് കൊടുക്കണ്ടേ ബിഗ് സല്യൂട്ട്. വൊളോഡിമർ പുതിൻ എന്ന ഏകാധിപതി സ്വന്തം സാമ്രാജ്യം വികസിപ്പിക്കാൻ നടത്തിയ യുദ്ധം, അതിനുമപ്പുറം ഈ യുക്രൈൻ യുദ്ധത്തിന് മറ്റെന്ത് വിശേഷണമാണുള്ളത്? യുക്രൈൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം യൂറോപ്യൻ യൂണിയനിൽ ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്തത് റഷ്യയുടെ ഒരു വിഷയമല്ല. പഴയ സോവിയറ്റ് യൂണിയൻ കാലത്തെ തെറ്റൂരങ്ങൾ അനുസരിക്കാൻ ആ രാജ്യത്തിന് ഒരു ബാധ്യതയുമില്ല. സോവിയറ്റ് യൂണിയനോടൊപ്പം സോവിയറ്റ് സംസ്കാരവും എന്നേ അടിഞ്ഞു വെണ്ണീറായതാണ്. അല്ലെങ്കിൽ തന്നെ വൊളോഡിമർ പുതിന് എന്ത് സോവിയറ്റ് പാരമ്പര്യമാണുള്ളത്? പല കഷ്ണങ്ങളായി പിരിഞ്ഞ് രൂപപ്പെട്ടതിൽ ഒന്നിന്റെ തലപ്പത്ത് വന്നു. അധികാരത്തിൽ തുടരാനായി ജനാധിപത്യം അട്ടിമറിച്ചു. പ്രതിപക്ഷ നേതാക്കളെ മുഴുവൻ ജയിലിലാക്കി. ഭീഷണിയാകുമെന്ന് കരുതിയവരൊക്കെയും ദുരൂഹ സാഹചര്യത്തിൽ കൊല ചെയ്യപ്പെട്ടു. ചിലരെ തൂക്കിലേറ്റി. പുതിനൊപ്പം എല്ലാ യുദ്ധങ്ങൾക്കും ഉണ്ടായിരുന്നു വാഗ്നർ ഗ്രൂപ്പ് തലവൻ പ്രിഗോഷിന് സംഭവിച്ചത് മാത്രം മതി ആ വില്ലത്തരമറിയാൻ. റഷ്യൻ സൈന്യത്തിനെതിരെ പടനയിച്ച പ്രിഗോഷിനുമായി പുതിൻ ധാരണയിലെത്തി. തൊട്ടു പിന്നാലെ പ്രിഗോഷിൻ കയറിയ വിമാനം തകർന്നു വീണു. കണ്ണിൽ ചോരയില്ലാതെ ഇങ്ങനെ കൊലയും കൊള്ളയും നടത്തുന്ന വ്ളാഡിമർ പുതിനാണ് ഡൊണാൾഡ് ട്രംപിന്റെ കൂട്ടുകാരൻ. റഷ്യയിലെ അമേരിക്കയുടെ ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം എന്ന് ട്രംപ് അന്ത്യശാസനം നൽകുന്നത്. യുക്രൈന് സുദൃഢമായ സൈന്യം ഉണ്ടാകുന്നത് വരെ യുദ്ധവിരാമം ദോഷം ചെയ്യുമെന്നാണ് സെലൻസ്കിയുടെ നിലപാട്. ആയുധത്തിന്റെ കാര്യത്തിലോ അതല്ലെങ്കിൽ സൈനിക സജ്ജീകരണങ്ങളുടെ കാര്യത്തിലോ യുക്രൈൻ സ്വയം പര്യാപ്തമല്ല. യൂറോപ്പും അമേരിക്കയും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പു നൽകി മാത്രമേ വെടിനിർത്തലിലേക്ക് കടക്കാൻ കഴിയൂ. അല്ലെങ്കിൽ റഷ്യക്ക് കീഴടങ്ങുന്നതിനും തുല്യമാകും. യുക്രൈന്റെ ചരിത്രം അറിയുന്നവർക്ക് സെലൻസ്കിയുടെ ഈ നിലപാടുകളെ അവിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല. 100% സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന ഒരു ജനതയാണ് 3 വർഷങ്ങൾക്ക് മുൻപ് ആക്രമിക്കപ്പെട്ടത്. ഇപ്പോ വെടിനിർത്തൽ കഴിഞ്ഞാൽ പിന്നെ റഷ്യയുടെ മേഖലയുടെ നിയന്ത്രണം പിടിച്ചെടുക്കാം. ഇപ്പോൾ തന്നെ യുക്രൈനെ 1/3 റഷ്യ നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം വിട്ടുകൊടുത്താൽ പിന്നെ യുക്രൈൻ സാമ്പത്തികമായും സാമൂഹികമായും നിലനിൽപ്പില്ലാതാകും. യുക്രൈൻ പുനർനിർമ്മിക്കാൻ റഷ്യയെ തുരത്തണം. അതല്ലെങ്കിൽ 3 വർഷം മുൻപുണ്ടായിരുന്ന അതേ പ്രദേശങ്ങൾ യുക്രൈന് കൈമാറാൻ തയ്യാറാകണം. സെലൻസ്കിയുടെ ഈ നിലപാട് ആവർത്തിക്കുമ്പോൾ ഉയരുന്ന വിമർശനവും ശ്രദ്ധേയമാണ്. കാരണം യുദ്ധം അവസാനിച്ചാൽ സെലൻസ്കിക്ക് അധികാരത്തിൽ നിന്നും ഇറങ്ങേണ്ടി വരും എന്നാണ് ഉയരുന്ന വലിയ വിമർശനം. യുദ്ധം നടക്കുന്നതിനാൽ മാത്രം കസേര നഷ്ടപ്പെടാത്തയാൾ എന്നാണ് വിശേഷണം. യുദ്ധം തുടങ്ങിയ സമയത്തും ഇതിലേറെ വിമർശനങ്ങൾ വന്നതാണ്. ടെലിവിഷനിൽ കോമഡി പരിപാടികൾ ചെയ്തിരുന്നയാൾ എന്ന പരിഹാസത്തെ യുദ്ധത്തിന്റെ ആദ്യ ആഴ്ച തന്നെ സെലൻസ്കി മറികടന്നു. നാടുവിട്ടു എന്ന് വിമർശനം ഉയർന്നപ്പോൾ മിസൈലുകൾ വന്നു പതിച്ചിരുന്ന കിയേവിലെ തെരുവുകളിലൂടെ നടന്നാണ് മറുപടി നൽകിയത്. സാധാരണക്കാർക്കൊപ്പം സഞ്ചരിച്ചും യുദ്ധമുഖത്തെ ഭൂഗർഭാറകളിൽ താമസിച്ചുമെല്ലാം സൈനികർക്ക് ആത്മവിശ്വാസം പകർന്നു. ഇക്കാലം മുഴുവൻ യൂറോപ്പിനെയും അമേരിക്കയെയും കൂടെ നിർത്താൻ കഴിഞ്ഞതും സെലൻസ്കിയുടെ നയതന്ത്ര വിജയമായിരുന്നു. സ്വന്തമായി കാര്യമായി ഒന്നുമില്ലാതിരുന്ന യുക്രൈൻ അമേരിക്കയും നേറ്റോ സഖ്യകക്ഷികളും നിർലോഭം ആയുധങ്ങൾ എത്തിച്ചു. യുക്രൈന് ഇതുവരെ ലഭിച്ച സഹായങ്ങളിൽ ഏറ്റവും വലുത് അമേരിക്കയിൽ നിന്നാണ്. 2022 മാർച്ച് മാസത്തിൽ $1360 കോടി നൽകി ആരംഭിച്ചതാണ് ആ സഹായം. ഇതുവരെ $17,500 കോടി സഹായമാണ് അമേരിക്ക യുക്രൈന് നൽകിയത്. അത് രൂപയിലാക്കുകയാണെങ്കിൽ 15 ലക്ഷം കോടി വരും. 142 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ ഒരു വർഷത്തെ ആദായ നികുതി വരുമാനത്തിന് തുല്യമായ തുകയാണ് അമേരിക്ക യുക്രൈന് 3 വർഷത്തിനിടെ നൽകിയത്. 70,000 കോടി ഡോളറിന്റെ ആയുധങ്ങളും ഉപകരണങ്ങളും പണമായി 34,000 കോടി ഡോളറും നൽകി.
യുദ്ധ ദുരിതങ്ങളിലുള്ളവരെ സഹായിക്കാൻ $280 കോടി. ഇത്രയേറെ തുക അമേരിക്ക ചെലവഴിച്ചത് കൊണ്ട് മാത്രമാണ് യുക്രൈൻ എന്ന രാജ്യം ഇപ്പോൾ ഈ ഭൂമുഖത്ത് ശേഷിക്കുന്നത് പോലും. ഇനി നയാ പൈസ നൽകില്ല എന്ന് പറയുക മാത്രമല്ല ട്രംപ് ചെയ്യുന്നത്, കീഴടങ്ങാൻ ആവശ്യപ്പെടുക കൂടിയാണ്. ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയെ വിളിച്ചു വരുത്തി ആഗോള മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തിയാണോ ഇങ്ങനെ അപമാനിക്കേണ്ടത്? നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കേണ്ടത് അതത് ചിട്ടവട്ടങ്ങളോടെയാണ്. മറ്റ് രാഷ്ട്രങ്ങളിലെ ഭരണാധികാരികളെയെല്ലാം അമേരിക്കയുടെ അടിമകളാകണം എന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. യുക്രൈനുള്ള അമേരിക്കയുടെ സഹായം തുടർന്നിരുന്നുവെങ്കിൽ സർവ്വ ആവനാഴികളും കാലിയായ പുട്ടിന് തലകുനിച്ചിറങ്ങേണ്ടി വരുമായിരുന്നു. ആ ഒരു സാഹചര്യം പൊതുനാടകത്തിലൂടെ ഒഴിവാക്കി കൊടുക്കുകയാണ് ഇപ്പോൾ ട്രംപ് ചെയ്തത്. മറ്റൊന്നും ഈ കൂടിക്കാഴ്ചയിൽ പറയാനുമില്ല. സ്പോട്ടറിനെ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം.